കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് പരിപാടി ബഹിഷ്കരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിപാടിക്കിടയിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഭരണഘടനയാണ് വലുതെന്നും മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനു മുകളിൽ അല്ല എന്നും മന്ത്രി പ്രതികരിച്ചു. അതേസമയം മന്ത്രിയുടെ ഏത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഭാരതമാതാവിന്റെ ചിത്രം മാറ്റില്ലെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും വ്യക്തമാക്കി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ് പുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങാണ് രാജ്ഭവനിൽ നടന്നത്. മുൻ അറിയിപ്പിൽ നിന്നും വ്യത്യസ്തമായി ചടങ്ങിൽ ആശംസ പറയേണ്ട മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ എത്തിയപ്പോൾ കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടക്കുകയായിരുന്നു. ഇതിലുള്ള പ്രതിഷേധം മന്ത്രി വേദിയിൽ തന്നെ പ്രകടിപ്പിച്ചു. ഇന്ത്യയാണ് എന്റെ രാജ്യമെന്നും ഭരണഘടനയാണ് അതിന്റെ നട്ടെല്ലെന്നും മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനു മുകളിൽ അല്ലെന്നും വ്യക്തമാക്കിയാണ് ചടങ്ങ് ബഹിഷ്കരിച്ച് മന്ത്രി രാജ്ഭവനിൽ നിന്നും പുറത്തേക്ക് പോയത്. കുട്ടികൾക്ക് മുന്നിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വർഗീയത വളർത്തുന്നതായും മാന്യത കൊണ്ടാണ് കുട്ടികളെ വിളിച്ചിറക്കി കൊണ്ടുവരാത്തതെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഇത് രാജഭവനെ RSSന്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. വളരെ അഹങ്കാരത്തോടു കൂടിയും ധിക്കാരത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഗവർണർ വിളിച്ചെന്ന് പറഞ്ഞ് കുട്ടികളൊന്നും പോയൊന്നുമില്ല. അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി ഗവർണർ വിളിച്ചാൽ പിന്നെ കുട്ടികൾ പോകുന്ന പ്രശ്നമേ ഇല്ല. ഈ രൂപത്തിലുള്ള നടപടിക്രമമാണ്. വേണമെങ്കിൽ എനിക്ക് അവിടെയുള്ള കുട്ടികളെ വിളിച്ചുകൊണ്ട് ഇറങ്ങാമായിരുന്നു. പക്ഷേ എൻ്റെ മാന്യത കൊണ്ട് ഞാൻ അത് ചെയ്തില്ല. അതേസമയം മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് രാജ്ഭവൻ വിമർശിച്ചു. ഗവർണറെ അറിയിക്കാതെ ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയത് ഗവർണറുടെ ഓഫീസിനോടുള്ള അനാദരവാണെന്നും പറയുന്ന വിശദീകരണക്കുറിപ്പിൽ പക്ഷേ കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചതിനെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. എന്നാൽ ഭാരതമാതാവിനെ ഒഴിവാക്കാൻ സാധിക്കില്ലെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. താൻ പ്രോട്ടോകോൾ ലംഘിച്ചിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഒരു വനിത കാവിക്കൊടി പിടിച്ചിരുന്നാൽ ഭാരതമാതാവാകില്ലെന്നും ഈ ചിത്രം RSS ശാഖയിൽ കൊണ്ടുവയ്ക്കണമെന്നും മന്ത്രി ഗവർണർക്ക് മറുപടി നൽകി. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ഗവർണർ രാജ്ഭവനെ RSS പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നതും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.